നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്ത വരികയാണ്. ചാക്കിൽ കെട്ടിയ നിലയിൽ പമ്പയാറ്റിൽ നിന്നും തലയോട്ടി കണ്ടെത്തിയിരിക്കുകയാണ്. കല്ലിശ്ശേരി റെയിൽവേ പാലത്തിന് താഴെ നിന്നാണ് ഇത്തരത്തിലൊരു ചാക്ക് കണ്ടെത്തുന്നു. ആ ചാക്ക് തുറന്നപ്പോൾ അതിലൊരു തലയോട്ടി കാണുന്ന സാഹചര്യമുണ്ടായത്. ചൂണ്ടയിടാൻ എത്തിയവർക്ക് ചൂണ്ടയിൽ കുടുങ്ങിയ നിലയിലാണ് ഈ ചാക്ക് കിട്ടിയത്. പിന്നാലെയാണ് ചാക്കിൽ പരിശോധന നടത്തിയപ്പോൾ തലയോട്ടി ചാക്കിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് ഇവർ കരയ്ക്കെത്തിച്ച് തുറന്നു നോക്കി. അപ്പോഴാണ് ഉള്ളിൽ തലയോട്ടിക്കൊപ്പം തുണി കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പമ്പയാറ്റിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്ന ഈ സംഭവം എന്തായാലും ഗൗരവകരമാണ്. മനുഷ്യൻ്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും അസ്ഥികളുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അസ്ഥിക്കൊപ്പം പൂജാ സാധനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ മീൻ പിടിക്കാൻ എത്തിയവരുടെ ചുണ്ടയിലാണ് കുടുങ്ങിയത്. പിന്നാലെ ഇവർ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ ചെങ്ങന്നൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ആരുടേതാണ്, എന്താണ് സംഭവിച്ചത്, എങ്ങനെ ഇവിടെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വളരെ വെല്ലുവിളി നിറഞ്ഞ അന്വേഷണമായിരിക്കും. സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ആലപ്പുഴ ചെങ്ങന്നൂർ കല്ലിശ്ശേരി റെയിൽവേ പാലത്തിന് സമീപം പമ്പ നദിയിൽ നിന്നാണ് ഇത്തരത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അസ്ഥികൂട അവശിഷ്ടങ്ങൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി ദഹിപ്പിച്ച മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പൂജാ സാധനങ്ങൾക്കൊപ്പം ആറ്റിൽ ഒഴുക്കിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. ഇനി മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള വശങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അസ്ഥികൂട അവശിഷ്ടങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്കാണ് അയക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് വ്യക്തമാക്കി. കേരളത്തിൽ ഇതാദ്യത്തെ സംഭവമല്ല ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് ആളൊഴിഞ്ഞ പറമ്പുകളിൽ നിന്നൊക്കെ അസ്ഥികൂടം കണ്ടെത്തുന്നതും ഇത്തരത്തിൽ അസ്ഥികൂടവും തലയോട്ടിയും ഒക്കെ കണ്ടെത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വടക്കേക്കരയിൽ ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തി തലയോട്ടി, അസ്ഥികൾ എന്നിവയുടെ പോസ്റ്റ്മോർട്ടം എറണാകുളം മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്നു. DNA സാമ്പിൾ ശേഖരിച്ചിരുന്നു. അടുത്ത ദിവസം ഇത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. മരിച്ചെന്ന് കരുതുന്ന വ്യക്തി പണിക്ക വീട്ടിൽ ശശിയുടെ അടുത്ത ബന്ധുക്കളുടെ സാമ്പിൾ എടുത്ത് DNA ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ പമ്പയാറ്റിൽ കണ്ടെത്തിയ അസ്ഥികൂടവും ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കും പോലീസ് അന്വേഷണം പുരോഗമിക്കുക. വടക്കേക്കരയിലെ സംഭവത്തിൽ DNA ടെസ്റ്റിൽ വ്യക്തമായില്ലെങ്കിൽ തലയോട്ടി ഉപയോഗിച്ച് മരിച്ചയാളുടെ യഥാർത്ഥ ചിത്രം തയ്യാറാക്കുന്ന സൂപ്പർ ഇമ്പോസിഷൻ എന്നതടക്കമുള്ള പ്രക്രിയകളൊക്കെ നടത്തിയിരുന്നു. അസ്ഥികൾക്കൊപ്പം കിട്ടിയ കുരുക്കിട്ട കയറിന്റെ ബാക്കി ഭാഗം കാണാതായ ശശിയുടെ വീട്ടിൽ കണ്ടെത്തിയതിനാലാണ് മരിച്ചത് ഇദ്ദേഹമാണെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിയത്. മാത്രമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കടയ്ക്കാവൂർ തൊപ്പിച്ചന്ത കണ്ണങ്കരിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തലയോട്ടി വേർപെട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത്. ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിലാണ് കണ്ടെത്തിയത്. സമീപത്തെ പുരയിടത്തിൽ പണിക്ക് വന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പ്രദേശത്ത് താമസിച്ചിരുന്ന ദേവദാസൻ എന്ന ആളെ കുറച്ച് ദിവസമായി കാണാനില്ല എന്ന വിവരമുണ്ടായിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ഇനി പമ്പയാറ്റിൽ കണ്ടെത്തിയ അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.